എന്താ അച്യുതൻകുട്ടി, ഒരു ചൂളം വിളിയും മുഖത്തൊരു തെളിച്ചോ? സന്തോഷം വരുമ്പോൾ അങ്ങനെയാണ് സാറേ, മുഖത്ത് കാണും. എന്താ കോള്? കോൾ എനിക്കല്ല, എന്നെ ജനിപ്പിച്ച മഹാപുരുഷന്, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ കേശവുള്ള അദ്ദേഹത്തിന്. പിടിക്കാൻ ഓടിച്ച കള്ളന്റെ ചവിട്ടേറ്റ് നട്ടലിന്റെ ചേർപ്പ് ഇളകി മീണ്ടാട്ടം കൂടി ഇല്ലാണ്ട് കിടന്ന കിടപ്പിലാണത്ര ഏമാന്റെ മുള്ളലും തൂറലും. ദൈവനീതി നടപ്പിലാക്കാൻ കള്ളന് ഒരു നിമിത്തമായി. പരോളിന് പോയി വന്ന മൊയ്ത് പറഞ്ഞു, എൻ്റെ അച്ഛനാണെന്നറിയാണ്ട് മഹാഭാവിക്ക് ഇത് കിട്ടണമെന്ന് പ്രാഗിക്കൊണ്ടാണ് പരോൾ വിശേഷങ്ങളുടെ കൂട്ടത്തിൽ അവനിത് പറഞ്ഞത്. അവൻ അങ്ങേരുടെ ഒരുപാട് തല്ലുകൊണ്ടിട്ടുള്ളതാ. എന്താ സാറേ, എനിക്ക് സന്തോഷിക്കാൻ ഇതൊരു കാരണമല്ലേ? അച്ഛനെ നോക്കാൻ വീട്ടില് ഉണ്ട് ധർമ്മപത്നി, സർവം സഹ. ചവിട്ടും തൊഴിയും ദുരിതമല്ലാണ്ട് ഒന്നും അവർ കയ്യിൽ കൊടുത്തിട്ടില്ല. ക്ഷമിച്ചും സഹിച്ചും എതിർത്ത ഒരക്ഷരം മിണ്ടാണ്ട് അവർ ഒരുത്തിയ ആ പാപിയെ മഹാപാപിയാക്കിയത്. മനസ്സൊന്നൊന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്, കഴുത്തിലെ മിന്നു പൊട്ടിച്ച് അയാളുടെ മുഖത്ത് വലിച്ചെറിഞ്ഞ് എന്നെയും കൊട്ടി ഇറങ്ങിപ്പോരാൻ പെറ്റതള്ളയ്ക്ക് തോന്നണമെന്ന്. എങ്കിലെൻ്റെ ഗതി ഇതാകുമായിരുന്നോ? പകരം എന്നെ ഇരുട്ടിലോട്ട് തള്ളി. പേരും പെരുമയും പദവിയും രാജയോഗം പുള്ളോത്തി പാടിയ നാവോറ് അക്ഷരം പ്രതി ഫലിക്കുകയല്ലായിരുന്നോ പിന്നെ അങ്ങോട്ട്? വെട്ടുകത്തി കൊണ്ടൊന്ന് അയാളുടെ തലയിറക്കാൻ കഴിയാതെ പോയതിൽ സങ്കടപ്പെട്ടിട്ടുണ്ട്. തള്ളയുടെ ജീവിതമെങ്കിലും രക്ഷപ്പെട്ടേനെ. ഇപ്പം തോന്നുന്നു നന്നായിന്ന്. അത് വളരെ കുറഞ്ഞ ശിക്ഷയായി പോയേനെ അയാൾക്ക്. ചികിത്സിക്കാനും പോറ്റാനും ഉണ്ടായിരുന്നതും പിന്നെ അറുത്തും മുറിച്ചും പിടുങ്ങിയതും തികയാതെ വരുമ്പോൾ ഊര് മുഴുക്കം നടന്ന് തെണ്ടു അവര്. അനുഭവിക്കട്ടെ. സന്തോഷം കൊണ്ട് എനിക്ക് സഹിക്കാൻ മേല സാറേ. അച്യുതൻകുട്ടി, എനിക്ക് ആ കിടപ്പൊന്ന് കാണണം സാറേ. മുഖത്ത് നോക്കി പൊള്ളുന്ന 2 വാക്ക് പറയണം. മണ്ണാത്തി വേഷം കെട്ടി ഇരന്നുണ്ടാക്കുന്നതും ഞാൻ അയക്കുന്ന ധർമ്മച്ചില്യം ചേർത്ത് നാണക്കേടിൽ മുക്കി നല്ലൊരു വാക്ക് ഇന്നോളം ഉരിയാടാത്ത ആ തൊണ്ടക്കുഴിയിൽ ഇറ്റിക്കുന്നത് കൺകുളിർക്ക കണ്ട് എനിക്കൊന്നുറക്ക പൊട്ടിച്ചിരിക്കണം. ക്ഷമിക്കും തോറുമാണ് മനുഷ്യൻ മനുഷ്യനാകുന്നത്. അതിന് ഞാൻ മനുഷ്യനല്ല സാറേ, മൃഗമാ. അങ്ങനെ എന്നെ വളർത്തിയത്. ആരാ അമ്മേ ഉമ്മർത്ത്? അതാ ഞാനും നോക്കണേ. ബന്ധുക്കളാരും വരാറില്ല. ഇനി അച്ഛൻ്റെ പരിചയത്തിൽ ആരെങ്കിലും. പക്ഷെ അങ്ങനെ ഒരടുപ്പ് ആർക്കാണാവോ? ചോദിച്ചോക്കാം. ആരാ ആരാ മനസ്സിലായില്ല? കേട്ട ലക്ഷണമില്ല. കുറച്ചുകൂടി ഉറക്കം ചോദിക്കാം. ചിലപ്പോൾ കാതിന് വല്ല. ആരാണാവോ? മനസ്സിലായില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ പഴയൊരു പരിചയക്കാരനാ. വർക്കല വെച്ചുള്ള. കിടപ്പിലായെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് കരുതണതാ ഒന്ന് വന്ന് കാണണമെന്ന്. ഇപ്പോഴേ തരപ്പെട്ടുള്ളൂ. ആരെങ്കിലും കാണാൻ വരുന്നത് തന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ വലിയ കാര്യം ഞങ്ങൾക്ക്. എവിടുന്നാ? കുറച്ച് ദൂരെന്നാ. അമ്മയെ വീട്ടുകാരെ കൂടെ കണ്ടിട്ടേ മടങ്ങുമെന്ന് കരുതി കാത്തിരിക്കുകയായിരുന്നു. വലിയ സന്തോഷമായി സാറേ. ഇനിയിപ്പോ പുലർച്ചയ്ക്കേ മടക്കം ഉണ്ടാവും. അയ്യോ, അതിനെന്താ. ഇതാരേ കുട്ടി? ഞാനിവിടുത്തെ മകനാ.
എന്നെ എടുത്ത് വളർത്തണതാ. പെറ്റു വളർത്തിയ മകൻ ഉതകിയില്ല. ആപത്ത് കാലത്ത് ഉതകാൻ ഭഗവാൻ അയച്ചു തന്നതാ ഇവന്. ഒരു ദിവസം ഇവനെയും കൂട്ടി വന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു, ഇവനിവിടെ നിന്നോട്ടെ എന്ന്. എന്താ നിന്റെ പേര്? അച്ചു. മോൻ്റെ പേരായിരുന്നു അച്ചു, അച്യുതൻകുട്ടി. ആ പേര് ഇവന് മതിയെന്ന് ഇദ്ദേഹം പറഞ്ഞു. മോൻ കൈവിട്ടു പോയതിൻ്റെ ദണ്ണം ഇവനെ കണ്ടാ മറന്നിരുന്നത്. പഴയ പരിചയക്കാരൻ വന്നത് കണ്ടുല്ലോ. പറക്കലേ വെച്ചുള്ള ഓർമ്മ കിട്ടുന്നുണ്ടോ? ചെവി അടുപ്പിച്ച് പറഞ്ഞാലും കേൾക്കാണ്ടായ ഭഗവാനെ. എണ്ടാട്ടം മുമ്പേ നിന്നു. ഓരോന്നോരോന്നായി നീ തിരികെ എടുക്കുകയാണ്. എങ്കിൽ പിന്നെ കിടത്തി നിറയിപ്പിക്കാണ്ട് തിരിച്ചു വിളിച്ചൂടെ നിനക്ക്? ചെയ്തു കൂട്ടിയ പാപത്തിന് മുഴുവൻ വരും ജന്മങ്ങളിലേതും ചേർത്ത് അനുഭവിച്ചു കഴിഞ്ഞത് നിനക്കറിയാഞ്ഞിട്ടാണോ? നാട് വിട്ടുപോയ മകൻ തിരിച്ചു വരണം. അവന്റെ നാവിന്ന് കേൾക്കാനുള്ളതുകൂടി കേട്ടാലേ ഭഗവാന്റെ കണക്ക് പൂർത്തിയാകും. എനിക്കറിയാം. രാവിലെ തൊട്ട് ഒരേ ഇരിപ്പല്ലേ. മോൻ വന്നേടാ. മോനെ സൂക്ഷിച്ച്. ഇനി അകത്തേക്ക് പോവാം. മേല് തുടച്ച് മരുന്ന് കഴിച്ചിട്ട് കുറച്ചു നേരം കിടക്കാം. അപ്പോഴേക്കും വിശക്കും. എന്റെ ഈശ്വര, ആ നായ ചോറ് മുഴുവൻ തട്ടിക്കളഞ്ഞല്ലോ. ഇന്ന് അതിനെ ഞാൻ കൊല്ലും. ആ ചൂലെവിടെ? വേണ്ടമ്മേ, വിശന്നിട്ടാവും. ആ പിഞ്ഞാണത്തിലിട്ട് വരാന്തേല് വെച്ചു കൊടുത്താ മതി. നാളെ തൊട്ട് പിന്നെ അത് കക്കില്ല. അമ്മേ, ദേ ഒരു കുപ്പി. പഴയ ഓർമ്മ വെച്ച് കൊണ്ടുവന്നതാവും. പാവം, ഇതൊന്നും ഇറക്കാൻ വയ്യാതായിട്ടും നാളെത്രയായെന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ല. കൊണ്ടുവന്നതല്ലേ, അതവിടെ തന്നെ ഇരിക്കട്ടെ. ഓർത്തു കൊണ്ടുവരാൻ ഒരാളെങ്കിലും ഉണ്ടായിരുന്നൊരു സന്തോഷം ഇത് കാണുമ്പോഴെങ്കിലും മനസ്സിലുണ്ടാവുമല്ലോ. മരുന്ന് മുഴുവൻ കഴിക്കണം. രാവിലെ വല്ലതും കഴിച്ചതല്ലേ. മരുന്ന് കഴിച്ച് കുറച്ചു കഴിഞ്ഞാൽ വിശപ്പ് വരും. അപ്പൊ നല്ലോണം ഭക്ഷണം കഴിക്കുകയും ചെയ്യാം, ക്ഷീണം മാറുകയും ചെയ്യും. അങ്ങനെയൊക്കെയല്ലേ വൈദ്യര് പറഞ്ഞത്. ഇത്രയും കൂടിയേ ഉള്ളൂ. വായ തുറക്ക. ആ കിടപ്പൊന്ന് കാണണം. ആ മുഖത്ത് നോക്കി പൊള്ളുന്ന 2 വാക്ക് പറയണം. എന്നിട്ട് കണ്ടില്ലേ, പറഞ്ഞില്ലേ, തീർന്ന പക.
സാറേ ഇതേ ചായ. പാലിരിപ്പില്ല. വേണ്ട, കട്ടനാണ് ഇഷ്ടം. എൻ്റെ മോനിപ്പോഴും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ സാറിൻ്റെ അത്രയും ഉണ്ടായിരുന്നേനെ. എൻ്റെ കുട്ടി എവിടെയോ സുഖമായി നന്നായി കഴിയണു. മനസ്സ് നൊന്നിട്ടാ അവൻ പോയത്. രാത്രിക്ക് രാത്രി ഞാൻ തള്ളി ഇറക്കുമായിരുന്നു. അമ്മയെ ശപിച്ചു കാണും അവൻ. പേടിയായിരുന്നു സാറേ. അച്ഛൻ്റെ ക്രൂരത സഹിക്കാൻ വയ്യാണ്ടൊരിക്കൽ അവൻ വെട്ടുകത്തി എടുത്ത് ഓങ്ങിയത് കണ്ടതുകൊണ്ട് അന്ന് തടയാൻ പറ്റി. എപ്പോഴും കാണണമെന്നുണ്ടോ? ആ പാപം ചെയ്യിക്കരുതെന്ന് വെച്ചിട്ട് ചങ്കീന്ന് പറിച്ചിരുട്ടിലോട്ട് വലിച്ചെറിയുകയായിരുന്നു. ഭഗവാൻ പൊറുക്കും ഈ അമ്മയോട്. കുറെ കഴിയുമ്പോൾ അവൻ ക്ഷമിച്ചിട്ടുണ്ടാവും. അത്താഴം ഇവിടുന്ന് കഴിക്കാവൂ. അത്രേ ഉള്ളൂ, ഉള്ളത് മതി. നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള ചോരനിക്കൊണ്ടാണോ? പിന്നെന്താ? അച്ചു പഠിക്കണല്ലേ? 5-ലായി. രാവിലെ ഞാനും അമ്മയും ഒപ്പാണ് ഇറങ്ങുക. ഞാൻ സ്കൂളിലേക്ക് പോവും, അമ്മ പോറ്റിയുടെ ലോഡ്ജിലേക്കും. ലോഡ്ജിലെ അലക്ക് മുഴുവൻ ഞങ്ങൾക്കാ. ഉച്ചയ്ക്ക് ഉണ്ണാൻ വിടുമ്പോൾ ഞാൻ ഓടി വന്ന് അച്ഛന് ചോറ് കൊടുക്കും. അമ്മയും അച്ഛനും കാണിക്കണ ഈ കരുണയുടെ വില നല്ലോണം അറിയാം എനിക്ക്. അവരില്ലായിരുന്നെങ്കിൽ എച്ചിലേക്ക് വേണ്ടി തല്ലുകൂടി നടന്നേനെ ഞാൻ. എനിക്കിത് സ്വർഗമാണ് സാറേ. മോനെ അച്ചു, എന്തോ ദാ വരണോ. സാറിന് കുളിക്കാൻ ചൂടോളം വേണമെന്ന് ചോദിക്കേ. അല്ല പുഴയിലോ മറ്റോ പോണമെങ്കിൽ നീയൊന്ന് കൂടെ പോയിക്കോ. ആ കുളിക്കണ്ടേ? ആ, പുഴയിലേക്ക് പോവാം. ഉം. പകല് മുഴുവൻ മുഷിഞ്ഞിരുന്നതല്ലേ, ഒരു മാറ്റം നല്ലതാ. റെഡി. വാ. അച്ചു ഇസ്തിരി ഇടാനൊക്കെ പഠിച്ചു അല്ലേ? മുഴുവനായില്ല, ഇനിയുണ്ട്. പെട്ടിയുടെ കനം മാത്രല്ല സാറേ, അതിൻ്റെ പിടിയിൽ വെക്കണ കയ്യിൻ്റെ മരുങ്ങാ പ്രധാനം. അതാ ആവണേ ഉള്ളൂ. എന്നാലും ചെറിയ ചെറിയ ഐറ്റംസിനൊക്കെ ഞാൻ മതി. ലുങ്കി, പൈജാമ, ബനിയൻ, പാവാട, അണ്ടർവെയർ, മുണ്ട് വരെ ഒരു കൈ നോക്കാം. ഷർട്ടും പാൻറ്റും ജുബയും സാരിയും ബ്ലൗസും ചുരിദാറും അതിനൊക്കെ അമ്മ തന്നെ വേണം. ഒരു കഷ്ണത്തിന് എന്ത് വെച്ചാൽ കിട്ടും? സിറ്റിയിലൊക്കെ 10 രൂപ റേറ്റ്, ടൗണിൽ 5. പക്ഷെ നമ്മുടേതൊരു കൊച്ചു ഗ്രാമല്ലേ സാറേ, 2-2.5 തരും. കൃത്യമായിട്ട് കിട്ടുമോ? കളക്ഷൻ്റെ ചാർജ് എനിക്കല്ലേ. കാശ് ആദ്യം, ഇസ്തിരി ഇട്ട തുണി പുറകെ. ഞാൻ ഭയങ്കര സ്ട്രിക്റ്റാ സാറേ. ആഹാ. ആ തുളസിയേച്ചിയെ, ഉഷിയെ ആനിവേഴ്സറിക്ക് ഡാൻസിന് ചേർത്തിട്ടുണ്ടെന്ന് പൊന്നമ്മ മിസ് പറഞ്ഞൂലോ. ഡാൻസൊക്കെ അവിടെ നിൽക്കട്ടെ, പഠിത്തത്തിൽ അവള് മോശമാവുണ്ടോന്ന് നീ ഇടയ്ക്ക് തിരക്കണ്ട അച്ചു മിസ്സിനോട്. ആരച്ചു അത്? അച്ഛനെ കാണാവുന്ന സാറാ, പഴയ പരിചയക്കാരനാ. ഒരു പാവാ സാറേ ഈ തുളസി ചേച്ചി. അതിന്റെ ഭർത്താവ് എത്രയാണോ അതിനെ ദ്രോഹിച്ചേക്കണേ. അമ്മ പറയണ കേട്ടാ സങ്കടം തോന്നും. സഹി കേട്ട് ഉപേക്ഷിച്ച് വീട്ടിൽ വന്ന് നിൽക്കുക. മൂത്ത മോള് ഉഷ എൻ്റെ സ്കൂളിലാ, താഴെയുള്ളത് രമ. സ്വന്തം വീട്ടിലാന്ന് പറഞ്ഞാലും തുളസിച്ചിക്ക് ആ ഒരു ആശ്രയം അമ്മയാ. അമ്മയ്ക്കാണെങ്കിൽ വലിയ കാര്യമാണ് തുളസി ചേച്ചിയെ. ഇവിടുന്ന് 2 വീട് അപ്പുറത്താ തുളസിച്ചിയുടെ വീട്. മുമ്പ് ഇതിലെ പോകായിരുന്നു. ഈ പറമ്പ് ഗൾഫുകാരാരാണ്ട് വാങ്ങി, ചുറ്റും വേലി കിട്ടി. ഇപ്പൊ വളഞ്ഞു പോണം അങ്ങോട്ട്. ഇതെന്ത് നട്ടത്?
നോക്കി പേടിപ്പിക്ക ഉംഹും. പിന്നെ നോക്കിക്കാണാ എന്ത്? നിന്റെ കണ്ണുകൾ, അതിലൂടെ നിന്നെ, പിന്നെ എല്ലാം. അതെന്തിനാന്നാ ചോദിച്ചേ? അതോ ഉം. നിന്നെ കാണാനാ ദൈവം എനിക്ക് ഈ കണ്ണു തന്നത്, അതുകൊണ്ട്. ഏ ആ കടവത്തിപ്പം എങ്ങനെ അച്ചു? അരക്ക് വെള്ളം ഉണ്ടാവുമോ? സാർ ഇവിടെ മുമ്പ് വന്നിട്ടുണ്ടോ? ഇല്ല, ഞങ്ങളവിടെയുണ്ട് പുഴ. അതുപോലാണെന്ന് അറിയാൻ ചോദിച്ചെന്നേ ഉള്ളൂ. സാറ് കുളിച്ചോളൂ. വേണ്ടച്ചു, വെള്ളം മാറിയിട്ട് ഇനി നാളെ യാത്രയുള്ളതല്ലേ, കുളിക്കണ്ടെന്ന് വെച്ചു. അപ്പം ഇവിടെ വരെ വന്നത്? ആ, ഒരു നടത്തായി. അച്ചു കുളിച്ചോളൂ. കഴിയണവരേക്ക് ഞാൻ ഈ പുഴയൊക്കെ കണ്ട് എന്തെങ്കിലുമൊക്കെ ഓർത്ത് ഇവിടെ ഇരുന്നോളാം. ബ്രഹ്മാണ്ട പക്ഷികൾ വന്നു ചേക്കേറും പുകഴാർന്ന ജ്ഞാനദ്രുമം നീ അമ്മേ, പുകഴാർന്ന ജ്ഞാനദ്രുമം നീ. എന്നെ അറിഞ്ഞു ഞാൻ നിന്നിലെത്തും വരെ നിൻ തണലിൽ നീ വളർത്തൂ അമ്മേ, നിൻ തണലിൽ നീ വളർത്തൂ. ബ്രഹ്മാണ്ട പക്ഷികൾ വന്നു ചേക്കേറും പുകഴാർന്ന ജ്ഞാനദ്രുമം നീ അമ്മേ, പുകഴാർന്ന ജ്ഞാനദ്രുമം നീ. നീലവനം തവ ശീർഷമിന്നോതുന്നു ഭൂമി തൃച്ചേവടിയെന്നും അമ്മേ. നീലവനം തവ ശീർഷമിന്നോതുന്നു ഭൂമി തൃച്ചേവടിയെന്നും സർവാന്തരീക്ഷവും നിന്നുടലെന്നോർത്തു വന്ദിപ്പൂ ഞാൻ പരാശക്തി. ഭക്തിയാ വന്ദിപ്പൂ ഞാൻ പരാശക്തി. ബ്രഹ്മാണ്ട പക്ഷികൾ വന്നു ചേക്കേറും പുകഴാർന്ന ജ്ഞാനദ്രുമം നീ അമ്മേ, പുകഴാർന്ന ജ്ഞാനദ്രുമം നീ. നാനാമതങ്ങളും വാഴ്ത്തും പ്രഭാവമേ, നാലു വേദാർത്ഥസാരം നീ അമ്മേ. നാനാമതങ്ങളും വാഴ്ത്തും പ്രഭാവമേ, നാലു വേദാർത്ഥസാരം നീ. നാമരൂപങ്ങൾ ലയിക്കും സുധാമമേ, ഞാൻ നമിക്കുന്നു വിനീതം നിന്നെ, ഞാൻ നമിക്കുന്നു വിനീതം. ബ്രഹ്മാണ്ട പക്ഷികൾ വന്നു ചേക്കേറും പുകഴാർന്ന ജ്ഞാനദ്രുമം നീ അമ്മേ, പുകഴാർന്ന ജ്ഞാനദ്രുമം നീ. എന്നെ അറിഞ്ഞു ഞാൻ നിന്നിലെത്തും വരെ നിൻ തണലിൽ
കാലത്തോ ബ്രഹ്മാണ്ട പക്ഷികൾ വന്നു ചേക്കേറും പുകഴാർന്ന ജ്ഞാനദ്രുമം നീ അമ്മേ പുകഴാർന്ന ജ്ഞാനദ്രുമം നീ. അച്ചു നിന്റെ ശരിക്കുള്ള പേരെന്താ? വിളക്ക് കത്തിച്ചു വെച്ച് അതിൻ്റെ മുമ്പിൽ മടിയിലിരുത്തി കാതിൽ പേര് വിളിച്ച ഓർമ്മയൊന്നും എനിക്കില്ല സാറേ. ഓർമ്മ തെളിയുമ്പോൾ അനാഥാലയത്തിലാ. അവിടുത്തെ പേര് 137. ചാടി പുറത്തു വന്നപ്പോൾ എടാ കുരുത്തങ്കട്ടവനേന്ന്. കടത്തിണ്ണയിൽ വെച്ചൊരു ഭ്രാന്തി വിളിച്ചു അപ്പൂന്ന്. ചായക്കടയിൽ പാത്രം മോറാൻ നിന്നപ്പോൾ പേര് പറഞ്ഞതും അപ്പൂന്ന്. പോലീസിൽ പിടിച്ച് ഏൽപ്പിക്കുമ്പോൾ പേര് പിന്നെയും മാറി, കള്ളനായി. പിന്നെ അച്ചൂന്ന്. എനിക്കിഷ്ടം അച്ചൂന്നാ. നല്ല പേരല്ലേ സാറേ? നല്ല ഒന്നാന്തരം പേര്. നിന്നെ എന്തിനാ പോലീസിൽ പിടിച്ചേൽപ്പിച്ചേ? കട്ടിട്ടാ സാറേ. നീ ഒരു നല്ല കുട്ടിയല്ലേ, പിന്നെന്തിനാ കെട്ടത്? വിശന്നിട്ട്. വിശന്നിട്ടോ? പാത്രം പോർണേൻ്റെ ഇടയിൽ അറിയാണ്ടൊരു ചില്ലി ഗ്ലാസ് താഴെ വീണ് പൊട്ടി. അതിൻ്റെ പിഴ 2 ദിവസം കുടിവെള്ളം പോലും തന്നില്ല. സാറ് പട്ടിണി കിടന്നിട്ടുണ്ടോ? ഇരുപത്തിനാല് മണിക്കൂറും എച്ചിൽ പാത്രങ്ങൾ കഴുകി ഉമിനീരല്ലാതെ വേറൊന്നും ഇറക്കാനില്ലാണ്ട് 2 ദിവസം. കട്ടുപോവും സാറേ, ആരും കട്ടുപോവും. കട്ടത് കാശല്ല, പലഹാര. അലമാരയിൽ കൈയിട്ടപ്പോഴേക്കും പിടിച്ചു. കുറേ തല്ലി. അങ്ങനെ കള്ളനായി, പോലീസ് സ്റ്റേഷനിലായി. 2 പൊട്ടിച്ചു മാത്രം വായ തുറക്കണ ഏമാനെ മുമ്പിലാ ചെന്ന് പെട്ടത്. തല്ലാൻ ഓങ്ങുകയും ചെയ്തു. അത്ര എനിക്ക് ഓർമ്മയുള്ളൂ. നാട് വിട്ടുപോയ മോനെ ഓർത്തിട്ടോ എന്തോ. പിന്നെ എന്നെ തല്ലിയില്ല. പിന്നെ ഞാൻ ഇവിടെയായി. ഈ അണ്ണാനെ വളർത്തുന്നത് ആരാ? നീയാ? ഇവൻ്റെ പേര് അച്ചൂന്നാ. സാറിൻ്റെ വീട്ടിലുണ്ടോ? ആര്? അച്ചുവോ? അണ്ണാൻ. ഒരുപാടുണ്ട്. എവിടേക്കെന്നല്ലാണ്ട് എങ്ങും എത്താണ്ട് നിർത്താണ്ടോടുന്ന ഒരുപാടെണ്ണം. ഹായ്, നല്ല ചേരായിരിക്കും കാണാൻ. അച്ചു, എന്തോ? ഇങ്ങോട്ട് വന്നേ. ആ ദേ, തോരാനിട്ടത് എടുത്തുകൊണ്ട് വരുന്ന കൂട്ടത്തിലേ ദേവസ്യാച്ചൻ്റെ കടയിൽ നിന്ന് 3 കോഴിമുട്ടയും 2 പച്ചമാങ്ങയും ഉണക്കമീനും 1/4 കിലോ ഉരുളക്കിഴങ്ങും വാങ്ങിച്ചോണ്ട് വരണം. വേഗം വരണം. ആ എന്താ തുളസി ത്രിസന്ധിക്ക്? വസുമതിയും കൂട്ടി അമ്മ ദീപാരാധന തൊഴാൻ പോയി. രമേശൻ വരാറാവണതേ ഉള്ളൂ. എന്താ വിശേഷിച്ച്? അയാൾ വന്നിരുന്നു വൈകിട്ട്. ആര്? ശേഖരനോ? എന്താ ഇക്കുറി അവതാരം? മര്യാദരാമനായിട്ട്. കുറച്ച് പുകയിലയും വാസനപ്പാക്കും ഈന്തപ്പഴം കാഴ്ചവെച്ചപ്പോൾ അമ്മ കഴിഞ്ഞതൊക്കെ മറന്ന് കയറ്റിയിരുത്താനും. ദാക്ഷായണി പണ്ടും പച്ചപ്പ് കണ്ട അവിടെ ഒട്ടും. അവരെ വിട്ടേക്ക്. എന്താ അവൻ പറയണേ? കഴിഞ്ഞതിലൊക്കെ മനസ്താപണ്ടത്രേ. എന്നെയും കുട്ടികളെയും കൂട്ടിക്കൊണ്ടുപോകണമെന്ന്. രമേശൻ വരുമ്പോൾ പറയാൻ ഏറ്റിരിക്കുക അമ്മ. മനസ്താപം, പച്ചക്കള്ളം. ആർക്കെങ്കിലും എന്നെ വിറ്റിട്ട് അതിൻ്റെ മുൻപേർ അച്ചാരവും വാങ്ങിയിട്ടല്ല മനസ്താപത്തിൻ്റെ കള്ളക്കഥയും കൊണ്ട് വരവെന്ന് ആര് കണ്ടു? ഞാൻ എന്താ തുളസി നിന്നെ ഉപദേശിക്കുക? ഭർത്താവ് വന്ന് വിളിക്കുമ്പോൾ കൂടെ ഇറങ്ങി ചെല്ലണമെന്ന് പറയുകയാണ് സാധാരണഗതി വേണ്ടത്. പക്ഷേ ശേഖരൻ്റെ കയ്യിലിരിപ്പ് അറിയാവുന്നത് കൊണ്ട് അത് വയ്യ. ഒക്കെ വിറ്റു തൊലച്ചു. കൂട്ടുകാരെ കൂട്ടി വന്ന് വീട് ഷാപ്പാക്കി അവരുടെ നടുക്ക് ബോധം കെട്ടുറങ്ങുമ്പോൾ അവരിലൊരുത്തൻ എൻ്റെ കൈ കയറി പിടിച്ചപ്പോൾ കൈ അകലത്തിൽ അരിവാളുണ്ടായിരുന്നോണ്ടാ അന്നൊരിക്കൽ രക്ഷപ്പെട്ടത്.
ഇനി എനിക്ക് വയ്യ അമ്മേ. പണ്ടേ ചാവാൻ ഒരുങ്ങിയതാ. പെട്ടിട്ട് പോയില്ലേ രണ്ടെണ്ണത്തിന്. അതൊന്നു മാത്രം ഓർത്തിട്ട. സ്വന്തം വീട്ടിൽ അടുക്കളക്കാരിയേക്കാൾ കഷ്ടമായിട്ട് എല്ലാം സഹിച്ചു കഴിയണ. അതിന് സമ്മതിക്കില്ല എന്ന് വന്ന രമേശനോട് ഞാൻ പറയാം, ശേഖരന്റെ വാക്ക് നമ്പണ്ടാന്ന്. വസുമതി പറയണതിനപ്പുറം നിൽക്കും അവൻ. എരിവ് കെട്ടാൻ പെറ്റ തള്ളിയും. അയാളുടെ കൂടെ ഇറങ്ങിപ്പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇനി ഇവിടെ വയ്യാന്നല്ലേ കൂടി വന്നാൽ ഉടപ്പറന്നോ പറയൂ. ഞാൻ ഉറപ്പിച്ചിട്ട് തന്നെയാ. ആ നിമിഷം കുട്ടികളുടെ കൈ പിടിച്ചിറങ്ങും. പുറമ്പോക്കിലൊരു കൂര കെട്ടി തെണ്ടിയിട്ട് എൻ്റെ കുട്ടികളെ പോറ്റാൻ. എനിക്കവൻ്റെ ഔദാര്യം വേണ്ടല്ലോ. അങ്ങനെ ഒരവസ്ഥ വന്നാ പുറമ്പോക്ക് തേടി പോകണ്ട തുളസി. നീ ഇങ്ങോട്ട് വരാലോ. ഒരു മുറി കൂടി ചാർത്താൻ ഇവിടെ സ്ഥലമുണ്ട്. ഉള്ള പട്ടിണിയിൽ ഒരു പങ്ക് നിനക്കും കുട്ടികൾക്കും എപ്പോഴും ഉണ്ടാവും ഇവിടെ. അമ്മേ, പലതും സ്വപ്നം കണ്ടതായി ഈ അമ്മ. സ്വപ്നങ്ങളൊന്നും ഫലിച്ചില്ല ഈ പാവിക്ക്. പരാതിപ്പെടാണ്ടേ തരണത് മാത്രം കൈനീട്ടി പാവി. ഈ ഒരു ജന്മം ഇങ്ങനെ മതിയെന്നാവും ഭഗവാന്. നീ വിഷമിക്കാതെ. നിനക്ക് ഈ അമ്മയുണ്ട്, ഈ വീടുണ്ട്. വരുമ്പോ കണ്ടില്ലെങ്കിൽ തൊള്ള തുറക്കും അമ്മ. ഞാൻ പോട്ടെ. വാ. തുളസി, അച്ചുവേട്ടൻ. നീയെങ്കിലും എന്നെ തിരിച്ചറിഞ്ഞല്ലോ തുളസി. ഓർക്കാനും തിരിച്ചറിയാനും വേറെ ആരാണ് എനിക്ക്? എന്താ സാറേ? കുടിക്കാൻ കുറച്ച് വെള്ളം വേണം. എനിക്ക് എൻ്റെ മോളെ പോലെയാണ് സാറേ ആ തുളസി. എന്ത് ഐശ്വര്യമുള്ള കുട്ടിയായിരുന്നു. ഇപ്പൊ കണ്ടൂടെ കോലം. ആ പരമനായർ മരിച്ചതോടെ തുടങ്ങി അതിൻ്റെ കഷ്ടകാലം. കുടുംബമഹിമ മാത്രം നോക്കി ആളെക്കുറിച്ച് വേണ്ടവണ്ണം അന്വേഷിക്കാണ്ട് എടുത്തു ചാടിയിട്ടൊരു കല്യാണം. പാവം, ഒരുപാട് സഹിച്ചു. നിക്കക്കള്ളി ഇല്ലാണ്ടായപ്പോൾ കെട്ടുതാലി പറിച്ച് ആ ദുഷ്ടന്റെ മുഖത്ത് എറിഞ്ഞിട്ടിറങ്ങി. നേരെ വന്നത് ഇങ്ങോട്ടാ. ഞാനാ അവളെ അവളുടെ ആങ്ങളെ രമേശനോട് പറഞ്ഞ് വീട്ടിൽ കൊണ്ടുവിട്ടത്. അവിടെ അതിന് ദുരിതം തന്നെ. ഇപ്പൊ പിന്നെ അടുത്ത് കൂടിയിരിക്കുക ദ്രോഹി. ഓരോ വിധി.